ഇന്ന് ഇഡ്ഡലി വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണം പറയുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ആയിട്ട് കുക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കും, മടി സമ്മതിക്കാറില്ല. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയും കൊണ്ടാട്ടോ സോഫ്റ്റാണെന്ന് കാണിക്കാൻ ട്രൈ ചെയ്തു. പക്ഷേ അത് അത്ര സോഫ്റ്റ് അല്ല ഗൈസ്, കുറച്ച് ഹാർഡായിരുന്നു. ഒരു ചീഞ്ചട്ടി വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, ആദ്യം മുറിച്ചു ഇട്ടു. പിന്നെ എൻ്റെ മടിയാണ്, ഞാനതിങ്ങനെ ഇതാക്കി. പിന്നെ ഞാൻ സവാള ഇട്ടു, തക്കാളി ഇട്ടു, നന്നായി വഴറ്റി. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാല എൻ്റെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇട്ടില്ല. എന്നിട്ട് നന്നായിട്ട് ഇതാക്കുക, കറിവേപ്പില ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായി ഇതിട്ടാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇഡ്ഡലി നമ്മളത് അരിഞ്ഞു വെച്ചതോ ഇങ്ങനെ പൊടി പോലെ ആക്കിയതോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മളതിങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക, നല്ല ടേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ്, സോയാ സോസ്, അങ്ങനെ കുറേ സോസുകളൊക്കെ വേണമെങ്കിൽ അതൊക്കെ വേണം ഇടുക. എൻ്റെ അതൊന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിളായിരുന്നു, നല്ല റെസിപ്പി ആയിട്ട് എനിക്കിഷ്ടമായി. എന്നാൽ നമ്മൾ കുറച്ച് മുരിഞ്ഞ പോലെ ആക്കണം കേട്ടോ. കുറച്ച് നേരം നമ്മളിങ്ങനെ ഇട്ടിട്ടിട്ട് അതിങ്ങനെ മുരിഞ്ഞ പോലെ ആക്കണം. ഇതൊക്കെ റെഡിയാക്കി ചായ എടുപ്പിട്ട് വെച്ച് പോയപ്പോൾ രണ്ടുപേരും അവിടെ വിളക്കിക്കുകയാണ് ഗൈസ്. അവരെന്തോ നാമൊക്കെ ചൊല്ലുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ആദ്യം കനിയാണ്, കനിഷ്കയുടെ അഭിപ്രായമാണ് അവൾ സൂപ്പർ എന്ന് പറഞ്ഞു. എൻ്റെ ഡിഷ് സാധാരണ അവൾക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇത് സൂപ്പറായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ മകോട് ചോദിച്ചു, മകം എന്തോ ഒരു ഇതിലേക്കാണ്, മകം ഈ സൂപ്പറായിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ പിന്നെ നമുക്കൊന്നും നോക്കാമല്ലോ, അങ്ങനെ ഞാനും കുറച്ച് കഴിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വാരിക്കൊടുക്കലൊക്കെ ആയിരുന്നു. അപൂർവമായി കാണാൻ പറ്റുന്ന ചില കാഴ്ചകളാട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.